നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നെഹ്റു കുടുംബത്തിനെതിരെ ആഞ്ഞടിച്ച് ശശി തരൂർ MP. രാഹുലിനെയും പ്രിയങ്കയെയും സോണിയെയും പരോക്ഷമായി തരൂർ വിമർശിച്ചു. മംഗളം ദിനപത്രത്തിലെ ലേഖനത്തിലാണ് കുടുംബവാഴ്ചയ്ക്കെതിരെ തരൂരിന്റെ രൂക്ഷ വിമർശനം ഉയർന്നത്. കോൺഗ്രസിൽ കുടുംബവാഴ്ച എന്ന BJP ആരോപണം സാധൂകരിക്കുന്നതാണ് ശശി തരൂരിന്റെ ലേഖനം. ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്നും നീക്കിയതിൽ പ്രേംകുമാറിന്റെ പരാതിയിൽ പ്രതികരണവുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്ത്. കാലാവധി തീർന്നപ്പോൾ പുതിയ ഭാരവാഹികളെ തീരുമാനിച്ചെന്നും അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നും പ്രേംകുമാറിനെ അക്കാദമിയുടെ ഭാഗത്തു നിന്നും അറിയിച്ചു കാണുമെന്ന് കരുതുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് വിഷയത്തിൽ വീണ്ടും സമരത്തിനൊരുങ്ങി സമരസമിതി. നാളെ വൈകുന്നേരം 4 മണിക്ക് സമരം ആരംഭിക്കും. അനിശ്ചിതകാല സമരം MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും പിന്നാലെ ഫ്രഷ് കട്ട് തുറന്നു പ്രവർത്തിക്കാൻ ജില്ലാ കളക്ടർ നൽകിയ അനുമതിക്കെതിരെ വീണ്ടും സമരം ചെയ്യാനാണ് സമരസമിതിയുടെ തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കോടതിയിൽ ഹാജരാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും അറസ്റ്റ് ചെയ്തു. കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച 2ാം കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണം മോഷ്ടിക്കുന്നതിന് തൊട്ടു മുൻപാണ് പോറ്റി കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്നിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT കസ്റ്റഡിയിൽ വാങ്ങും. 13 ദിവസത്തേക്കാണ് പോറ്റിയെ കസ്റ്റഡിയിൽ വേണമെന്ന് സംഘം അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ സഹകരണ മേഖല അസന്തുലിതാവസ്ഥയിലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF അധികാരത്തിൽ വന്നാൽ എല്ലാ സംരംഭകരെയും സ്വാഗതം ചെയ്യുമെന്നും വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്നും നമ്മുടെ നാട് സ്റ്റാലിന്റെ കാലത്തേക്ക് പോകുന്നു, കേരളത്തിൽ എല്ലാം PR പ്രൊപ്പഗണ്ടകളാണെന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP UDF ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്ര ധൈര്യത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി V ശിവൻകുട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും UDFും BJPയും ധാരണാ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും LDF തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ അത്യുജ്വലമായ വിജയം നേടുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ചു. കണ്ണൂർ കുറുമാത്തൂരിലാണ് സംഭവം. ജാബിർ മുബഷീറ ദമ്പതികളുടെ മകൻ അലനാണ് മരിച്ചത്. കയ്യിൽ നിന്നും കുഞ്ഞ് അബദ്ധത്തിൽ കിണറ്റിൽ വീണതാണെന്നാണ് മുബഷീറ പറയുന്നത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം നടന്നത്. മുബഷീറയുടെ നിലവിളി കേട്ട് എത്തിയ സമീപവാസികളാണ് കിണറ്റിൽ വീണ നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സ്.